മലപ്പുറം പൊന്നാനിയിൽ വീട് ജപ്തിക്ക് പിന്നാലെ വയോധിക മരിച്ചു. പാലപ്പെട്ടി സ്വദേശി ഇടശ്ശേരി മാമിയാണ് മരിച്ചത്. 82 വയസ്സായിരുന്നു. ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. ഇന്നലെയായിരുന്നു വീട് ജപ്തി ചെയ്തത്. മകൻ അലി അഹമ്മദ് 2020-ൽ പാലപ്പെട്ടിയിലെ SBI ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിരുന്നുവെങ്കിലും ഇടക്കാലത്ത് അടവ് മുടങ്ങിയിരുന്നു. അതിനെ തുടർന്നായിരുന്നു ജപ്തി. ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, മലപ്പുറം പൊന്നാനിയിലാണ് ദുഃഖകരമായൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വീട് ജപ്തി ചെയ്തതിനു പിന്നാലെയാണ് വയോധികയ്ക്ക് മരണം സംഭവിച്ചത്. അത് മനോവിഷമത്തിലാണ് മരണപ്പെട്ടത് എന്നാണ് പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? രോഹിണി, 2020-ലാണ് മാമിയുടെ മകൻ ലോൺ എടുത്തത്. അതായത് പാലപ്പെട്ടിയിലെ SBI ബാങ്കിൽ നിന്നുമാണ് ലോൺ എടുത്തത്. 25 ലക്ഷം രൂപയാണ് ലോൺ എടുത്തിരുന്നത്. പക്ഷെ പിന്നീട് ഇതിന്റെ തിരിച്ചടവൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ മകൻ പിന്നീട് വിദേശത്തേക്ക് പോയി, അബുദാബിയിലേക്കാണ് പോയത്. 2022-ന് ശേഷം ഈ മകനെ അവിടെ വെച്ച് കാണാതാവുകയും ചെയ്തു. അതിനുശേഷം ഈ തിരിച്ചടവൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് SBI ബാങ്ക് ജപ്തി നടപടികൾ ആരംഭിച്ചത്. ഇന്നലെ ജപ്തി ചെയ്തു. അതിനുശേഷം ഈ കുടുംബം തൊട്ടടുത്തുള്ള മറ്റൊരു മകന്റെ വീട്ടിലായിരുന്നു ഈ ഉമ്മ പോയിരുന്നതും. തൊട്ടടുത്തുള്ള മകന്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഇടയ്ക്ക് അവിടെ താമസിക്കാറും ഉണ്ട്. അങ്ങനെ ഇന്നലെ ജപ്തി നടപടികൾക്ക് ശേഷം ആ മകൻ തൊട്ടടുത്ത് ഉള്ള മറ്റൊരു മകന്റെ വീട്ടിലേക്ക് താമസിക്കാൻ വേണ്ടി പോയി. ഇന്ന് രാവിലെയാണ് അവർ മരിച്ചത്. 82 വയസ്സുണ്ടായിരുന്നു ഇവർക്ക് മരിക്കുന്ന ഈ സമയത്ത്. 82 വയസ്സാണ് ഇവരുടെ പ്രായം. ജപ്തി നടപടികൾ മനോവിഷമം ആണ് ഇത്തരത്തിലുള്ള ഒരു മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ള സൂചനകൾ അടക്കം ലഭിക്കുന്നുണ്ട്. പക്ഷെ ഇവർക്ക് പ്രായാധിക്യം കൊണ്ടുള്ള ചില അസുഖങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ശ്വാസമുട്ടൽ അടക്കം ഉണ്ടായിരുന്നു. ഇന്നും അത്തരത്തിൽ ശ്വാസമുട്ടൽ ഉണ്ടായിരുന്നു. അതിനുശേഷം ആശുപത്രിയിലേക്ക് എത്തിച്ചു. പിന്നീട് ആശുപത്രിയിൽ വെച്ചാണ് ഇവർ മരിച്ചത്. രോഹിണി. ശരി ശിവദാസ്, മലപ്പുറം പൊന്നാനിയിൽ വീട് ജപ്തിക്ക് പിന്നാലെ വയോധിക മരിച്ചു. ശിവദാസ്, അതോടൊപ്പം ഒരു കാര്യം കൂടി, ഇത്തരത്തിൽ വീട് ജപ്തി ചെയ്ത് ബാങ്ക് തുടർ നടപടികൾ സ്വീകരിച്ചപ്പോൾ ഇവർക്ക് ഒരു സഹായ ഹസ്തവുമായി പ്രദേശവാസികളോ ജനപ്രതിനിധികളോ ആരും തന്നെ എത്തിയിരുന്നില്ലേ? ഒരു ചർച്ചയ്ക്ക് ആരും ശ്രമിച്ചിരുന്നില്ലേ? കുറച്ച് ദിവസം മുൻപാണ് ജപ്തി നടപടികളുടെ ഭാഗമായി ഇവരുടെ വീടിന് മുൻപിൽ ഇവർ നോട്ടീസ് പതിച്ചിരുന്നത്. പക്ഷേ ചില സഹായിക്കാനുള്ള ചില ആളുകളെല്ലാം തന്നെ രംഗത്ത് വന്നിരുന്നു. പക്ഷെ വലിയൊരു സംഖ്യ ആയതുകൊണ്ട് തന്നെ ഇത് അത്ര പെട്ടെന്ന് അടയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം 25 ലക്ഷമാണ് ഇവർ 2020-ൽ ലോൺ എടുത്തത്. പിന്നീട് അത് തിരിച്ചടവ് ആയപ്പോൾ അത് 42 ലക്ഷം രൂപയോളം ആയിരുന്നു. അതായത് പലിശ സഹിതം അത് 42 ലക്ഷം രൂപയോളം അടയ്ക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു തുക തന്നെയാണ് ഉണ്ടായിരുന്നത്. ഈ ഉമ്മയുടെ പേരിലായിരുന്നു, മാമിയുടെ പേരിലായിരുന്നു ഈ വീട് ഉണ്ടായിരുന്നത്. ഇവരുടെ പേരിൽ ഈ ആധാരം വെച്ചുകൊണ്ടാണ് ഇവരുടെ മകൻ ലോൺ എടുത്തത്. അതുകൊണ്ട് തന്നെ ഇവരുടെ പേരിലായതുകൊണ്ട് തന്നെ ഇവർക്ക് ആ വീട് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മറ്റു മക്കളും ഉണ്ട്. ചിലപ്പോഴൊക്കെ മറ്റു മക്കളുടെ കൂടെയും ഇവർ താമസിക്കാറുണ്ട്. അത്തരത്തിൽ ഇന്നലെ രാത്രിയിലാണ് ഇവർ മറ്റൊരു മകന്റെ വീട്ടിലേക്ക് പോയത്. അവിടെ വെച്ച് ഇന്ന് രാവിലെ ശ്വാസമുട്ടലുണ്ടാവുകയും പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ മരിക്കുകയും ചെയ്തത്. ജപ്തി നടപടികൾ ഉണ്ടായപ്പോൾ ചില ആളുകളെല്ലാം തന്നെ സഹായിക്കാൻ വേണ്ടി രംഗത്ത് വന്നിരുന്നു. പക്ഷേ പിന്നീട് ജപ്തി നടപടികൾ തുടരുകയായിരുന്നു. കാരണം വലിയൊരു സംഖ്യ ആയതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഉള്ള ഒരു പൂർണ്ണമായും പണം ലഭ്യമാക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടപാടുകൾ ആളുകൾക്ക് ചെയ്യാനോ സാധിക്കാത്തൊരു സാഹചര്യം കൂടിയായിരുന്നു. രോഹിണി. ശരി ശിവദാസ്, മലപ്പുറം പൊന്നാനിയിൽ വീട് ജപ്തിക്ക് പിന്നാലെ വയോധിക മരിച്ചു. പാലപ്പെട്ടി സ്വദേശി ഇടശ്ശേരി മാമിയാണ് മരിച്ചത്. 82 വയസ്സായിരുന്നു. ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. ഇന്നലെയായിരുന്നു വീട് ജപ്തി ചെയ്തത്. മകൻ അലി അഹമ്മദ് 2020-ൽ പാലപ്പെട്ടിയിലെ SBI ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിരുന്നുവെങ്കിലും ഇടക്കാലത്ത് അടവ് മുടങ്ങിയിരുന്നു. തുടർന്നായിരുന്നു ജപ്തി. ശിവദാസാണ് വിവരങ്ങൾ നൽകിയത്.